നമസ്തേ. കേരളത്തിന്റെ പാരമ്പര്യ കലകളെ സംരക്ഷിക്കുകയും പുതിയ തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്തുള്ള കണ്ടനകത്തെ ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന കലകൾക്ക് മാത്രമായുള്ള റഫറൻസ് ലൈബ്രറി അന്തരിച്ച പ്രശസ്ത കലാകാരനും പള്ളിപ്പാന കലാരൂപത്തിന്റെ പ്രധാന പ്രചാരകനുമായ പാനയാശാൻ ആലങ്കോട് ഗംഗാധരൻ നായർ സ്മാരക ഗ്രന്ഥശാല എന്ന പേരിൽ പുനർനാമകരണം ചെയ്തു. പഞ്ചവാദ്യ രംഗത്തെ അതുല്യ വ്യക്തിത്വമായ പഞ്ചവാദ്യ കുലപതി കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയാണ് ഗംഗാധരൻ നായർ സ്മാരക ഗ്രന്ഥശാലയുടെ നാമഫലകം അനാച്ഛാദനം ചെയ്ത് പുനർനാമകരണ ചടങ്ങ് നിർവഹിച്ചത്. പള്ളിപ്പാന എന്ന അപൂർവവും അന്യം നിന്നുകൊണ്ടിരിക്കുന്നതുമായ കലാരൂപത്തിന്റെ ശേഷിക്കുന്ന പ്രമുഖ കലാകാരന്മാരിൽ ഒരാളായിരുന്ന ഗംഗാധരൻ നായർ ഈ മാസം 18-നാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ കലാസേവനങ്ങളെയും പാരമ്പര്യ സംരക്ഷണത്തിനായുള്ള ജീവിത സമർപ്പണത്തെയും ആദരിച്ചുകൊണ്ടാണ് ഗ്രന്ഥശാലയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകിയത്. ചടങ്ങിന് മുന്നോടിയായി സോപാനം സഭാമണ്ഡപത്തിൽ ഗംഗാധരൻ നായരുടെ ചിത്രത്തിൽ വിശിഷ്ടാതിഥികളും സോപാനം കലാകുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് ആദര സൂചകമായി 1 മിനിറ്റ് മൗന പ്രാർത്ഥനയും സംഘടിപ്പിച്ചു. കലാ സാംസ്കാരിക മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു ചടങ്ങിന്റെ തുടക്കം. തുടർന്ന് സോപാനം സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വായന വാരാചരണ പരിപാടി നടന്നു. അധ്യാപകനും സാമൂഹിക പ്രവർത്തകനുമായ അടാട്ട് വാസുദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കലയും വായനയും തമ്മിലുള്ള അഭേദ്യ ബന്ധം വിശദീകരിച്ച അദ്ദേഹം കലാകാരന്മാർക്ക് പുസ്തക വായനയും പഠനവും എത്രത്തോളം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വായിച്ചറിവും വാദ്യ കലാമികവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയ മുഖാമുഖം പരിപാടി ശ്രദ്ധേയമായി. പഞ്ചവാദ്യ കുലപതി കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയും അയ്യപ്പൻ തീയാട്ട് കലാകാരനും ആർട്ട് ജേർണലിസ്റ്റുമായ ശ്രീവത്സൻ തീയാടിയും പങ്കെടുത്ത സംവാദത്തിൽ പഞ്ചവാദ്യത്തിന്റെ പാരമ്പര്യവും വാദ്യക്രമങ്ങളിലെ സവിശേഷതകൾ, കാലാനുസൃതമായി സംഭവിക്കുന്ന മാറ്റങ്ങൾ, കലയുടെ ഭാവി സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. കലാരംഗത്തെ പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും പ്രാധാന്യവും ഇരുവരും വിശദീകരിച്ചു. ചടങ്ങിന്റെ മറ്റൊരു പ്രധാന ആകർഷണമായി സോപാനം സ്കൂളിന്റെ കലാ റഫറൻസ് ലൈബ്രറിയിലേക്ക് നിരവധി കലാസ്നേഹികളും ഗവേഷകരും കലാപുസ്തകങ്ങൾ സംഭാവനയായി നൽകി. കേരളത്തിലെ വിവിധ കലാരൂപങ്ങളെക്കുറിച്ചുള്ള അപൂർവ ഗ്രന്ഥങ്ങളും പഠന സാമഗ്രികളും ശേഖരിച്ച് അടുത്ത 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ മികച്ച കലാ റഫറൻസ് ഗ്രന്ഥശാലയായി ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. കാലടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KG ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചവാദ്യ കുലപതി കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, സംസ്കൃത പണ്ഡിതനും അധ്യാപകനുമായ ഡോക്ടർ CM നീലകണ്ഠൻ, അയ്യപ്പൻ തീയാട്ട് കലാകാരനും ആർട്ട് ജേർണലിസ്റ്റുമായ ശ്രീവത്സൻ തീയാടി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സാമൂഹിക പ്രവർത്തകനും സോപാനം സംഘാടകനുമായ TP മോഹനൻ, സോപാനം സ്കൂളിന്റെ ഗുരുനാഥനായ ഭാസ്കരൻ കണ്ടനകം എന്നിവർ ഗംഗാധരനാശാന്റെ ജീവിതവും കലാസേവനവും അനുസ്മരിച്ച് സംസാരിച്ചു. പാരമ്പര്യ കലകളുടെ സംരക്ഷണത്തിനായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എന്നും പുതിയ തലമുറയ്ക്ക് പ്രചോദനമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ സോപാനം ഗുരുനാഥന്മാരായ മുരളി കണ്ടനകം, ജയൻ വെള്ളാളു, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർമാരായ സിന്ധു ദിവാകരൻ, സബിത സുധീഷ്, പ്രവർത്തക സമിതി അംഗങ്ങളായ ഡോക്ടർ പാർവതി ദേവി, അജിത ടീച്ചർ എന്നിവരും പങ്കെടുത്തു. സോപാനം പ്രവർത്തക സമിതി അംഗം രമണി ടീച്ചർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ നാരായണൻ മുല്ലപ്പള്ളി നന്ദി പ്രസംഗം നടത്തി. പാരമ്പര്യ കലകളെ സംരക്ഷിക്കുന്നതിലും കലാസാഹിത്യ പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിലും സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ചടങ്ങുകൾ സമാപിച്ചത്.